ഹായ് ടീയേഴ്സ്. ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കാണിക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഗോതമ്പ് പൊടിക്ക് പകരം വേണമെങ്കിൽ മൈദപ്പൊടി വെച്ച് തയ്യാറാക്കട്ടോ. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി രണ്ടും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് കുഴച്ചെടുക്കാൻ 1 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യം വന്നിട്ടുള്ളൂ കേട്ടോ. 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് വെള്ളമേ ആവശ്യം വന്നിട്ടുള്ളൂ. സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന പരുവത്തിലൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മൂടി വെച്ച് മാറ്റി വെക്കാം. ഇനി ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വരട്ടെ. ഇതിലോട്ട് 2 സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി 2 പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള സവാളയും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളയും തക്കാളിയും നന്നായിട്ട് തന്നെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് വാട്ടിയെടുക്കാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് വാട്ടിയെടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ 1/4 ടീസ്പൂണ് വലിയ ജീരകമാട്ടോ ഇട്ട് കൊടുക്കുന്നത്. ജീരകത്തിൻ്റെ പകരം ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അര ടീസ്പൂണ് കുരുമുളക് പൊടി പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. മസാലപ്പൊടിൻ്റെ പച്ചച്ചവൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് 2 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുകയാണ്. കോഴിമുട്ട പുഴുങ്ങിക്കാണ്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മതി കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ സമയത്ത് ആവശ്യമുണ്ടെന്നെങ്കിൽ 7 നുള്ളി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് കുറവായതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് 1 തണ്ട് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുഴച്ചെടുത്ത മാവൊന്ന് പരത്തിയെടുക്കണം. ഇത് നമുക്ക് ഓരോ ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന അത്ര ഉരുള വലുപ്പത്തിൽ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കാം. പത്തിരിൻ്റെ വലുപ്പത്തിലാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് വെച്ചെടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്ത ഫില്ലിങ് ഇതിൻ്റെ മുകളിൽ വെച്ചെടുക്കാം. ഇതിൻ്റെ നടുഭാഗത്ത് മാത്രം വെച്ചെടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ മുകളിലായിട്ട് മറ്റൊരു പത്തിരിയും കൂടെ വെച്ചെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ചുറ്റുഭാഗം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ പരന്നൊരു അടപ്പെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ നല്ലൊരു ഷേപ്പ് കിട്ടും. എന്നിട്ട് ഇതിൻ്റെ പുറം ഭാഗത്തുള്ളതൊക്കെ മാറ്റി വെക്കാം. അത് ഉരുട്ടി ഇതുപോലെ വീണ്ടും ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ നന്നായിട്ട് തന്നെ ഫില്ലായിട്ടുണ്ട് കേട്ടോ. ഞാൻ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ ഓയിലാട്ടോ ഒഴിച്ചെടുത്തിട്ടുള്ളത്. ഒരുപാട് ഓയിൽ ഒഴിച്ചെടുക്കൊന്നും വേണ്ട. ഇനി നമുക്ക് ഇതിലോട്ട് വെച്ചെടുക്കാം. അപ്പോൾ വെച്ചെടുക്കുന്ന സമയത്ത് നല്ല ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചെടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വേണം ചുട്ടെടുക്കാൻ. അപ്പോൾ ഇതാ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ടാവും. ഇനി ഇത് നമുക്ക് ഒന്ന് മറിച്ചിട്ടെടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ അത് ചുട്ടെടുക്കാൻ, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ അത് 2 ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തയ്യാറാക്കുകയാണെങ്കിൽ സെപ്പറേറ്റ് കറിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കി. പുതിയ വിഭവമായി വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.